നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ്. എടാ മക്കളെ, നമ്മുടെ ഓണപരീക്ഷ ഇവിടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും മച്ചാന്മാർക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാസ്സാവാനുള്ള ചില ഉടായ്പ വഴികളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ മക്കൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഡിസ്കോഴ്സുകൾ, അല്ലെ? ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്കോ ഡാൻസ് എന്ന് വിചാരിക്കേണ്ട. സംഭവം സിമ്പിൾ ആണ്. ഡയറി, ലെറ്റർ, ഇമെയിൽ, സ്പീച്ച്, അങ്ങനെ അത് ഇത് അല്ലെ. പിന്നെ റൈറ്റപ്പ്, ഇങ്ങനെ കുറെ തേങ്ങ മാങ്ങ സാധനങ്ങളുണ്ട്. പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ എഴുതാനും പഠിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ മക്കളെ, ഇതിൽ ഈ ഡയറി, ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച്, സ്പീച്ച്, അതുപോലെ ഇമെയിൽ, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾക്കൊക്കെ കൃത്യമായ ചില ഫോർമാറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ മാർക്ക് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഡയറി ആയാലും ലെറ്റർ ആയാലും അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ആയാലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫുള്ളായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മന്തി തിന്നണ മാതിരി എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മക്കളെ, നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് ഈ ഫോർമാറ്റ് തന്നിട്ട് എങ്ങനെയാണ് ഇതിൽ ചുളുവിൽ മാർക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ള ചില ട്രിക്സുകളൊക്കെ പറഞ്ഞുതരും. ഹബീബി, ഇത് ഓണപരീക്ഷയാണ്. നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങളുടെ ടീച്ചർമാർ തന്നെയാണ് നിങ്ങളുടെ പേപ്പർ നോക്കുക. അതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നും മക്കൾ വിചാരിക്കേണ്ട. എന്നാലും മക്കളെ, ഒരു പകുതി മാർക്ക്, അതായത് ഒരു 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു 3 മാർക്ക്, അതല്ലെങ്കിൽ ഒരു 2 മാർക്കൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ചെയ്താൽ കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ മാർക്ക് ഇടുന്ന നല്ല പാവത്തമാരായ ടീച്ചർമാരാണ്, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. എന്തായാലും പബ്ലിക് എക്സാമിന് നമ്മുടെ ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അത് വേറെ കാര്യം. എന്തായാലും മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു ട്രിക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്ന മക്കളും ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യുക. ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് ഇത് തന്നെയാണ്, വേറെ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞാൽ ഡയറി, ലെറ്റർ, ഇങ്ങനെയുള്ള കുറെ കുറച്ചക്രങ്ങളുടെ ഫോർമാറ്റും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട ചെറിയ ചെറിയ ട്രിക്കുകളാണ് കേട്ടോ. എന്തായാലും ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു 15 മുതൽ 20 മാർക്ക് വരെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഹബീബി, കം ടു വേൾഡ് ഓഫ് മാനോഫ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത് ഡയറിയാണ്. അപ്പൊ ഡയറി എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ ഞെട്ടൊന്നും വേണ്ട, ഒരുപാട് ആൾക്കാരുടെ ഡയറി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? അപ്പോൾ 9ാം ക്ലാസ്സുകാരായാലും 10ാം ക്ലാസ്സുകാരായാലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറെ ഡയറികളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പഠിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയുന്ന ട്രിക്ക് ഉപയോഗിക്കുക. അതേപോലെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള മക്കളാണെങ്കിലും ഇതേ ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോർമാറ്റ് വേറെ ഒന്നുമില്ല, കള്ളി വരയ്ക്കണം. അതേപോലെ നല്ല ഫ്രഷ് പേജിൽ വേണം ഡയറി ചെയ്യാൻ. ഒരു 1/2 പേജ് അല്ലെങ്കിൽ ഒരു ഫുൾ പേജെങ്കിലും ഡയറി വേണം. 1/2 പേജോ 3/4 പേജൊക്കെ ആയാലും മാർക്ക് കിട്ടും. നല്ല കറക്റ്റ് കണ്ടന്റ് ആയാൽ മതി. പിന്നെ ഡയറിയിൽ കുറേ കഥകൾ ഇങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ എല്ലാത്തിലും ഇങ്ങനെ ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ചറപറാന്ന് എഴുതി പോയാൽ മതി. അപ്പൊ കൃത്യമായ ഗ്രാമർ ഒന്നും വേണ്ട ഒരു സാധനമല്ല നമ്മുടെ ഡയറി കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ഡയറിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് മേലെ ഒരു ഡേറ്റ് ആണ്. അപ്പൊ ഇതേമാതിരി എഴുതുക, ഇതെന്റെ ബർത്ത്ഡേ ആണ്. ഇതല്ല എന്റെ ബർത്ത് ഇയർ, 20th മെയ് ആണ്. എനിക്ക് എപ്പോഴും ഓർമ്മ ഉള്ളതുകൊണ്ട് ആ ഡേറ്റ് ഞാൻ ഇടുന്നു മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇട്ടോ കേട്ടോ. ഓക്കെ, എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ 20th മെയ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഐ ലവ് യു ഡാ. ദെൻ അടുത്തത് സൺഡേ. ഓക്കെ, ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ടാൽ മതി, ഒരു ദിവസം ഇടുക, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ദെൻ നമ്മൾ തുടങ്ങുകയാണ്. ഇറ്റ് വാസ് an unforgettable day in my life. ഇന്ന് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസമാണ്, അല്ലെ? ദെൻ ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ദോസ് മൊമെന്റ്സ്? എനിക്ക് എങ്ങനെ ഈ ദിവസങ്ങൾ മറക്കാനാകും എന്നല്ലേ? ദെൻ ഐ നെവർ എക്സ്പെക്ട് ദിസ് വുഡ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്തോ തേങ്ങ, അല്ലെ? നമുക്കറിയാം, ഡയറിക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മേലെ തരും, അതുമായി ബന്ധപ്പെട്ട ഒരു ഡയറി എഴുതാനുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ അത് ഇത് എന്ന് പറയാണ്, എല്ലാം ഒരു ഇതാണല്ലോ, അല്ലെ? ദെൻ ദ പ്രോവർബ് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് ഈസ് റിയലി ആപ്റ്റ് ഫോർ മൈ ലൈഫ്. എന്റെ ജീവിതത്തിന് വളരെ ആപ്റ്റ്, സ്യൂട്ടബിൾ ആണ് ഈ ഒരു പ്രോവർബ്. ഏത്? മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. നമ്മൾ മനുഷ്യന്മാരൊക്കെ ഓരോന്ന് തീരുമാനിക്കും, ഓരോന്ന് ആഗ്രഹിക്കും, ദൈവം വേറെ ഒന്ന് തരും, അല്ലെ? ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ആഗ്രഹത്തിനൊത്തല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോവർബാണ് ഇത്. എല്ലാ മനുഷ്യന്മാരുടെ കാര്യത്തിലും അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് നമ്മൾ ഡയറിയിൽ ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ നമ്മൾ ഇത് ചാമ്പാറുണ്ട്. അതുകൊണ്ട് മക്കളെ, ഇതിങ്ങോട്ട് എഴുതുക. ഇനി ഇവിടുന്ന് കുറെ ഡാഷ് കണ്ടോ? ഇത് ഇതേമാതിരി ഡാഷ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് വലിയൊരു ഡാഷ് ഇട്ട് തരും. അതുകൊണ്ട് മക്കളെ,
നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡാഷ് കാണുന്നിടത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് കേട്ടോ. അതായത് നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഏത് പാഠത്തെയാണോ വരുന്നത്, ഏതെങ്കിലും ഒരു പാഠത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇന്ന് ഡയറി ആയിരിക്കില്ലടാ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പാരഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ സെന്റൻസുകൾ ഒരു 5-6 സെന്റൻസ് ഇതിനിടയിൽ കയറ്റി കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കയറ്റി കൊടുക്കുക. അതുമല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതിന്റെ മേലെ ആ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ 1-2 സെന്റൻസുകളൊക്കെ തന്നിട്ടുണ്ടാവും സിറ്റുവേഷൻ. ആ ക്വസ്റ്റ്യൻ എങ്കിലും തിരിച്ചു മറിച്ചൊക്കെ എഴുതിങ്ങാണ്ട് എന്ത് ചെയ്യുക, 2-3 സെന്റൻസ് ഫുള്ളാക്കുക. ഇനിയിപ്പോൾ ഇതന്നെ വേണമെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ കൂത്തിശ്ശേരിങ്ങാണ്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ, ഒരു ആനച്ചന്തം തോന്നിയാൽ മതി. അപ്പൊ എന്തായാലും ഈ ഫോർമാറ്റ് ഏകദേശം വന്നു എന്നുള്ളതുകൊണ്ട് ഒരു 2 മാർക്കെങ്കിലും നിങ്ങൾ ടീച്ചർ തരാതെക്കൂല കേട്ടോ, തരാതെക്കൂല. ഇനി തന്നിട്ട് എന്റെ പേര് പറഞ്ഞോണ്ടിട്ടാ. ഓക്കെ, എന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്താ, ഇറ്റ് വാസ് റിയലി എ മെമ്മറബിൾ ഡേ. ഓക്കെ, എന്നിട്ട് എന്താ ലാസ്റ്റ് വീണ്ടും പറയണേ, ഇത് വളരെ മനോഹരമായ സ്മരണീയമായ ഒരു ദിവസമായിരുന്നു. മേ ഗോഡ് ബ്ലസ് എവരി വൺ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി മാർക്ക് കിട്ടാഞ്ഞിട്ട് എന്റെ പേര് പറയാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ 2 മാർക്കുള്ള 1 മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കൂടി ടീച്ചർ ഇല്ലാണ്ടാക്കും. അപ്പൊ ഇത് കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. അടുത്ത മക്കളെ, വെൽക്കം ടു മരണക്കിണർ. ട്രപ്പീസും മറ്റേ സാധനവും സ്പീച്ചാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായാലും സ്പീച്ചിന് ചാൻസ് കൂടുതലാണ്. 100% ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു 6 മാർക്കിന്റെ സ്പീച്ചൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന മാമന്മാര് കുറച്ച് ടൈറ്റ് ആക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഒരു സ്പീച്ചൊക്കെ കെട്ടക്കട്ടെ എന്ന് വിചാരിച്ചാലോ, കേട്ടല്ലേ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കൊക്കെ എങ്ങനെങ്കിലൊക്കെ തട്ടി വാങ്ങാനുള്ള കുറച്ച് ഉടായ്പ വഴികളാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ സ്പീച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം, ടൈറ്റിൽ കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല. ടൈറ്റിൽ വേണമെങ്കിൽ ആ ടൈറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, എന്തിനെ കുറിച്ചാണ് സ്പീച്ച് ചെയ്യുന്നതെന്ന് അതിലുണ്ടാവുമല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് താഴെ ഇത് എന്താണ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. then എന്താ, ഗുഡ് മോർണിംഗ്, നമസ്കാരം അല്ലേ. then I am very happy to get a chance to deliver a few words before you on the topic. നിങ്ങളുടെ മുന്നിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു മനോഹരമായ സ്പീച്ച് അല്ലെ, ഒരു കുറച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നതിൽ എന്ത് ചെയ്യാന്ന് ഈ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറയാം. ഡെലിവറി ചെയ്യാൻ ഞാൻ സാധിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഡെലിവറി ആയതിൽ ഹാപ്പിയാന്നല്ല, ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക, സംസാരിക്കുക എന്നാണ് ഉദ്ദേശം കേട്ടോ. സോ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക് ഏതാണെന്ന് ഇവിടെ ടൈറ്റിൽ എഴുതണം. ഇവിടെ ബ്രാക്കറ്റിലെ ടൈറ്റിൽ എന്ന് എഴുതിയാൽ നിങ്ങളുടെ ടീച്ചർ ഫില്ല് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്തിനെ കുറിച്ചാണ്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ്, അതിനെ കുറിച്ച് ഒരു സ്പീച്ച് എടുത്താണെങ്കിൽ മക്കൾ ഇവിടെ എഴുതണം ഓൺ ദ ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്പീച്ചിന്റെ ടോപ്പിക് എന്ന്, ആ ടോപ്പിക്കാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. അപ്പൊ ഇത്ര ഏരിയ തന്നെ നിങ്ങളുടെ ടീച്ചർ ഇംപ്രസ് ആയടാ, നിങ്ങളുടെ ടീച്ചർ മറ്റേ സാധനം അടിച്ചമാര് ബോധം കേടും, എന്നിട്ട് 1/2 മാർക്ക് ഞാൻ ഇട്ട് തരും. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് മൈ സ്പീച്ച് വിത്ത് എ ഫേമസ് പ്രോവർബ്. ഞാൻ ഈ ഒരു സ്പീച്ച്, ഈ ഒരു പ്രോവർബ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പ്രോവർബോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ സ്പീച്ച് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഡയറിയിൽ കൊടുത്ത അതേ പ്രോവർബ് എന്താടാ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. അടിപൊളി. ഓക്കെ, ഡിസ്പോസസ് എന്നിട്ട് കേട്ടോ. ഓക്കെ, then I think it is really apt in the case of every human being. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യന്മാരുടെ കാര്യത്തിലും ഇത് വളരെ ആപ്റ്റ് ആണെന്ന്. സത്യാടാ, എന്റെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ, ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിനി, കല്യാണം കഴിക്കുമ്പോൾ വരെ പലതും ആഗ്രഹിച്ചിനി, കിട്ടിയതോ എന്റെ പെണ്ണുങ്ങളെ കേട്ടണ്ട. സോ നോക്കേ, ഓഫൺ തിങ്സ് ഹാപ്പൻ ഇൻ അവർ ലൈഫ് കോൺട്രറി ടു അവർ വിഷസ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് കോൺട്രറി, നേരെ എതിരായിട്ടാണ് നമുക്ക് പലതും എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. ഞാൻ പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞ് വെറുതെ കേട്ടോ, എനിക്ക് നല്ല പെണ്ണിനെ കിട്ടിയത്, നിങ്ങൾക്ക് അങ്ങനെ കിട്ടട്ടെ. ഞാൻ നോക്കേ, ദാറ്റ് ഈസ് വൈ ഐ സെഡ് സോ എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കാറുള്ളത്. then I can share some of my personal experiences with you to justify my statement. എന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാൻ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ മക്കളെ, ഇത്രയും നിങ്ങൾ എഴുതിയിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പിക് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ പ്രസംഗിക്കാൻ പറഞ്ഞതെന്നുണ്ടാവില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ തട്ടിവിടുക. അത് മക്കളുടെ കയ്യിലാണ്, നമ്മന് കഴിയില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യാച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് തട്ടിവിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തേലും എടുത്തിട്ട് ഇതാ, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറെ പാരഗ്രാഫുകളൊക്കെ ഉണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ഇടയെന്നൊക്കെ എടുത്തും കണ്ടങ്ങളുടെ ടീച്ചർക്ക് തോന്നാത്ത മാതിരി ഐഡിയ ഉപയോഗിച്ച് ചെയ്യുക. അത് നിങ്ങളുടെ കഴിവാണ്. പിടിക്കപ്പെട്ടാലും നിങ്ങളുടെ കഴിവുകേടാണ്. ഓക്കെ, then hope you understood and enjoyed
മൈ വേർഡ്സ്. എന്നിട്ട് ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ് എഴുതിയതാ, നിങ്ങൾ എന്റെ വാക്കുകൾ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ലെറ്റ് മീ കൺക്ലൂഡ് മൈ ഷോർട്ട് സ്പീച്ച്. ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ദെൻ വൺസ് അഗൈൻ ഐ ആം താങ്കിങ് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എന്താ, എന്റെ ഹൃദയം തുറന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ എന്തായാലും നിങ്ങളുടെ ടീച്ചർ 2-3 മാർക്കെങ്കിലും നിങ്ങൾക്ക് തരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ ടീച്ചർ. ഓക്കെ, ഇനി അടുത്ത മക്കളെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് എന്തായാലും മക്കൾക്ക് പരീക്ഷയ്ക്ക് വരും. 6 മാർക്കിനായിരിക്കും മിക്കവാറും വരിക. അപ്പൊ ഏത് ക്യാരക്ടറിനൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ 10ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ അത് പലായോ ആവാം, അതല്ലെങ്കിൽ മറ്റേ എന്താ പറയാ, നമ്മുടെ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മച്ചാനുണ്ട്, മാലാഖ കുട്ടി, അയാളുടേതാവാം, അതല്ലെങ്കിൽ സ്പിൽസ്മാൻ്റെതാവാം, അല്ലെ, അങ്ങനെ ആരുടേത് വേണമെങ്കിലും ആവാം. അതേപോലെ 9ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ മോൽഫയുടേതാവാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഫസ്റ്റത്തെ ആ ബോയുടെ നെറേറ്ററുടേതാവാം, അതുമല്ലെങ്കിൽ ഗാന്ധിജിയുടേതാവാം. എന്ത് തേങ്ങ വേണമെങ്കിൽ ആവാം, അല്ലെ. അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എല്ലാം കൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ എവറേജ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക. അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. എന്നാൽ ഇവിടെ ഞാനിപ്പോ തരുന്നത് അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ചില്ലറ മാർക്കെങ്കിലും വാങ്ങാൻ പറ്റിയുള്ള ടെക്നിക്കാണ്. പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തൊട്ടാൽ ചിലപ്പോൾ ചില്ലറ ആവില്ല, ചിലപ്പോൾ നോട്ടന്നെ കിട്ടും കേട്ടോ. സോ നോക്ക് മക്കളെ, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എഴുതേണ്ടത് ഹെഡിങ് ആണ്. ഹെഡിങ് ഒരുപാട് സാധനം എഴുതണ്ട, ആ ക്യാരക്ടറിന്റെ പേര് തന്നെ എഴുതിയാൽ മതി. ക്യാരക്ടറിന്റെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എന്നും കൂടി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ കുത്തിട്ട് കണ്ട് എഴുതി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇപ്പൊ ഗാന്ധിജി ആണെങ്കിൽ മഹാത്മാഗാന്ധി എന്നിട്ട് കുത്തിട്ടിട്ട് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്താൽ മതി. ഓക്കെ, അതിന് തന്നെ 6 മാർക്ക് കിട്ടും കേട്ടോ. ദെൻ വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണോ അയാളുടെ പേര് ഇതാ. അപ്പൊ എന്താണ് ക്യാരക്ടർ, മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓഫ് ദ, എന്നിട്ട് അത് ഏത് സ്റ്റോറിയാണ്, ഏത് നാടകമാണ്, എന്ത് തേങ്ങയാണോ എന്നാണ് അത് പറയാ. എന്നിട്ട് എന്ത് ചെയ്യാ, റിട്ടൺ ബൈ ഡാഷ്, എന്നിട്ട് ആ എഴുത്തുകാരന്റെ പേരാണ് ഉണ്ട്, ആ ബ്രാക്കറ്റിൽ എഴുത്തുകാരന്റെ പേര്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ്സുകാർക്കുള്ള ഒരു ക്യാരക്ടറാണ് പെലായോ, അല്ലെ. അപ്പൊ പെലായോ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. റിട്ടൺ ബൈ, അത് എഴുതിയാണ് പേര്, എനിക്ക് ഓർമ്മയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ചങ്ങൈന്റെ പേര് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് ഹി. അപ്പൊ ആണാണെങ്കിൽ ഹീ എന്ന് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഷീ എന്ന് കൊടുക്കുക. രണ്ടും കൂടി കൊടുക്കരുത് കേട്ടോ. രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതേണ്ടി വരും. സോ ഹി ഈസ് വെരി സെൻസിറ്റീവ് ഇൻ നേച്ചർ ബട്ട് വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ് ഇൻ ആക്ഷൻ. എന്താ പറഞ്ഞത്, അദ്ദേഹം വളരെ സെൻസിറ്റീവ് ആണ് പ്രകൃതത്തിൽ, എന്നാൽ എന്താണ് പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ബോൾഡും സ്ട്രോങ്ങുമാണെന്ന്. ചുമ്മാ തട്ടിവിട്ടോ, ഇതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ ദ റൈറ്റർ പോർട്രേറ്റ്സ് ഹിം. ആണാണെങ്കിൽ ഹിം എന്ന് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഹെർ എന്ന് കൊടുക്കുക. ദെൻ ആസ് എ കീ പേഴ്സൺ ഹു ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി. ഇവിടെ ബോഡി എന്നുള്ളത് സ്റ്റോറി എന്നാക്കണം കേട്ടോ. മാറിപ്പോയതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കഥയുടെ മൊത്തം പ്ലോട്ട്, കഥാതന്തു മാറ്റിമറിക്കാവുന്ന വിധത്തിൽ ഒരു കീ പേഴ്സൺ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കഥാപാത്രത്തെ എഴുത്തുകാരൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കഥയിൽ കൊണ്ടുവന്നിട്ടുള്ളതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ കഥാകാരനെ കുറിച്ചുള്ള ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയി. പിന്നെ കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ്. എഴുതുമ്പോൾ കഥയെക്കുറിച്ച് ഇങ്ങനെ കുറെ സമ്മറൈസ് ചെയ്യലല്ല പരിപാടി. പകരം അയാളുടെ എന്തെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ്, അയാളുടെ രൂപം, ഹൈറ്റ്, വെയിറ്റ്, അല്ലെങ്കിൽ ഷർട്ടിന്റെ രൂപങ്ങൾ, മറ്റുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള നിറം എന്തെങ്കിലുമൊക്കെ കഥയിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർക്കുക. ഇല്ലാത്ത ചേർക്കാൻ നിൽക്കണ്ട. പിന്നെ അതേപോലെ തന്നെ കഥാപാത്രത്തിന്റെ വല്ല ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കാണാൻ പഠിച്ചാൽ പ്രശ്നം കഴിഞ്ഞ്. എല്ലാ കഥാപാത്രത്തിന്റെയും ഒരു 2-3 പോയിന്റ് ഒന്ന് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പുട്ടിന് തേങ്ങടുന്ന മാതിരി ആണെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഒരു 1-2 സെന്റൻസ് ആ കഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ പാരഗ്രാഫിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ടാവും. ആ കഥാപാത്രത്തിന്റെ കുറച്ച് പ്രത്യേകതകളോ എന്തെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും കൊടുക്കും, അതൊക്കെ കൊണ്ടുപോയി കയറ്റി കൊടുക്കുക. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിന്റെ പ്രത്യേകതകളായിടാ. ഇനി അടുത്ത പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ്, അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി വി ക്യാൻ only consider him as a typical ordinary person. അതായത് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ ഒരു സാധാരണ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ ഇയാളെ കാണുന്നത്. അത് ഏത് കഥാപാത്രത്തിനും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ദെൻ ബട്ട് ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, പക്ഷെ നമ്മുടെ കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി അല്ലെങ്കിൽ ഷീ എന്ത് ചെയ്യുന്നു, ടേൺസ് ഔട്ട് ടു ബി എ പവർഫുൾ ക്യാരക്ടർ. ഭയങ്കര ശക്തമായ ഒരു കഥാപാത്രമായി മാറുന്നു. ഒരു ഇതെല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാ. തുടക്കത്തിൽ വലിയ സംഭവം തോന്നില്ല, സിനിമയിലായാലും അങ്ങനെ തന്നെയല്ലോ. പിന്നെ ഇങ്ങനെയുള്ള കഥ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരിക, അല്ലെ. ഓക്കെ, ഇതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ പോയിന്റുകൾ നിങ്ങൾ ഇവിടെ ചേർത്താൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം, അല്ലെങ്കിൽ ഇവിടെ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എവിടെ വേണമെങ്കിലും ചേർക്കാം. എവിടെ ആയാലും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ദെൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട സെന്റൻസ് ഇതാണ്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ ഹി ഈസ് എ ജെന്യൂൻ പേഴ്സണാലിറ്റി വിത്ത് എവറി സോർട്സ് ഓഫ് ഹ്യൂമൻ ക്വാളിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്.
മനുഷ്യന്റെ എല്ലാ ക്വാളിറ്റികളും പരിമിതികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇയാളെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ മക്കൾ എഴുതിയാൽ തന്നെ 2 മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ അതിന്റെ ഇടയിൽ മക്കൾ വെച്ചെടുക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്യും ബാക്കിയുള്ള മാർക്ക്. ഓക്കെ, അപ്പൊ കാഡ് സ്കെച്ച് കിട്ടിയില്ലടാ, നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതൊക്കെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണുള്ളത്. ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് കഴിയൂട്ടോ. ഇനി മക്കളെ അടുത്ത് നമുക്ക് ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോണേ ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇതിൽ കാര്യമൊന്നുമില്ല, ഇതാണ് ഫോർമാറ്റ്. ഇനി ഞാനൊന്ന് വലുതാക്കിയിട്ട് കാണിച്ചത്. ഇതുപോലെ ഒരു സിംഗിൾ പേജിൽ വേണം നിങ്ങൾക്ക് ലെറ്റർ വരാൻ. അപ്പൊ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ പകുതി ലെറ്റർ ആയാലും ഡയറി ആയാലും പ്രൊഫൈൽ ആയാലൊക്കെ ബോക്സ് വരച്ചിട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതുകൊണ്ട് അതൊരു പേപ്പറിന്റെ താഴത്ത് വരുന്നു, പിന്നെ അതിന്റെ പകുതി വേറെ പേപ്പറിൽ വരുന്നു. അങ്ങനെ കണ്ടം മുറിഞ്ഞിട്ട് കാണരുത്. കണ്ടം മുറിഞ്ഞാൽ മാർക്ക് കുറയും. അപ്പൊ അതുകൊണ്ട് ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് വേണം ലെറ്റർ, ഡയറി, നോട്ടീസ് അങ്ങനെ എന്ത് സാധനം വരികയാണെങ്കിലും ചെയ്യാൻ. ഓക്കെ, ഇപ്രാവശ്യം നിങ്ങൾക്ക് നോട്ടീസ് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോട്ടീസിന്റെ ഫോർമാറ്റ് ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും മക്കളെ ഇവിടെ ലെറ്ററിന്റെ ഫോർമാറ്റ് കണ്ടല്ലോ. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതുക. ഇതുപോലെ വരച്ചിടരുത്. ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ശ്രദ്ധിക്ക്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക, ഒരു ഫ്രം അഡ്രസ്. ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണ്, ഫോർമൽ ലെറ്റർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ലെറ്ററിന് പകരം ഒഫീഷ്യൽ ലെറ്റർ വരും. അതായത് വല്ല സാറുമാർക്കോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ പത്രങ്ങളുടെ എഡിറ്റർക്കോ അങ്ങനെ ആർക്കെങ്കിലും, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ ആർക്കെങ്കിലും ഒക്കെ ഒരു കത്ത് എഴുതുന്നതോ, അതല്ലേ നിങ്ങൾ ഏതെങ്കിലും റൈറ്റർക്ക് എന്ത് ചെയ്യുക, റൈറ്റർ ആശംസിച്ചുകൊണ്ട് കത്ത് എഴുതുകയാണെങ്കിൽ അതൊരു ഫ്രണ്ട്ലി ലെറ്റർ അല്ല, ഒഫീഷ്യൽ ലെറ്റർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ലെറ്റർ ആകുമ്പോൾ നമുക്ക് ഫ്രം അഡ്രസ്സും കൊടുക്കണം, ടു അഡ്രസ്സും കൊടുക്കണം. പക്ഷെ ഫ്രം ടു എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിൽ എഴുതിയ മാതിരി ടോപ്പിൽ എഴുതുന്നതാണ് ഫ്രം അഡ്രസ്. അപ്പൊ ഫ്രം അഡ്രസ് നിങ്ങൾ കൃത്യമായ അഡ്രസ് ഒന്നും കൊടുക്കണ്ടടാ. ഈ ഫ്രം അഡ്രസ് പറഞ്ഞാല് നിങ്ങൾ അയക്കുന്ന ആളുടെ അഡ്രസ് അല്ലേ. ഇതാ ചുമ്മാ XY ഹൗസ്, എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് വീട്ടിന് പേര് കൊടുക്കാൻ പറ്റും കൊടുത്തോളി. പക്ഷെ മംഗലശ്ശേരി നീലകണ്ഠൻ ഹൗസ് എന്നൊന്നും കൊടുക്കണ്ട, ചെറിയൊരു പേര്. ഞാനിവിടെ കൊടുത്താൽ XY ABCD 26 അക്ഷരങ്ങളിലാണ്, ഏതെങ്കിലും 2 അക്ഷരം കൊടുത്താൽ മതി. ഇതിനടുത്ത് AB സ്ട്രീറ്റ്, എന്തൊരു അന്തസ്. ദെൻ സ്ഥലം കൊടുത്തോ, സ്ഥലം ഉള്ളതിനെ കൊടുത്തേക്ക് കേട്ടോ. ഞാനിവിടെ കാലിക്കറ്റാണ് കൊടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കുക. 07. ഓക്കെ, ഒരു പിൻകോഡാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തോ, ഡോൺ വറി. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു അരമാർക്ക് കിട്ടിയിടാം. ഓക്കെ, അപ്പൊ ഫ്രം അഡ്രസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് മക്കളെ ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് നമ്മൾ നേരത്തെ ഡയറി പറഞ്ഞ അതേപോലെ തന്നെ മാസത്തിന്റെ പേര് വരുന്ന രീതിയിൽ വേണം എഴുതാൻ, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് അരമാർക്ക് കിട്ടും. ഓക്കെ, നോട്ട് ദ പോയിന്റ്സ്. ദെൻ അടുത്തത് മക്കളെ നമ്മൾ എന്ത് ചെയ്യാണ്, ടു അഡ്രസ് ആണ്. ടു എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒക്കെ ലെഫ്റ്റ് അലൈൻ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ എഴുതാം. അവിടെ അങ്ങനെ കറക്റ്റ് ഒരേ ഓർഡർ വരും. ഇതിനൊക്കെയാണ് മാർക്ക് കേട്ടോ. ദെൻ നെയിം ഓഫ് ദ റെസിപ്പന്റ്, ആർക്കാണ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എഴുത്തുകാരനാണെങ്കിൽ ആ എഴുത്തുകാരന്റെ പേര് ഇവിടെ എഴുതാം. ഗാന്ധിജിക്കാണെങ്കിൽ ഗാന്ധിജിയുടെ പേര് എഴുതുക. ഓക്കെ, ഗാന്ധിജിയുടെ പേര് ഗാന്ധിജി തന്നെയാണ് അല്ലേ. ഓക്കെ, ദെൻ എന്താണ്, AB അപ്പാർട്ട്മെന്റ്, ചുമ്മാ അയാളുടെ ഒരു വീട്ടുപേര് കൊടുക്കുന്നു. ദെൻ ഒരു സ്ട്രീറ്റ് നെയിം കൊടുക്കുന്നു, പിന്നെ സ്ഥലം കൊടുക്കുന്നു, ഒരു പിൻകോഡ് കൊടുക്കുന്നു. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഓക്കെ, ഇത്രയും സാധനങ്ങൾ വരണം എന്ന് മാത്രം. അപ്പോൾ ഫ്രം അഡ്രസ് ആയി, ഡേറ്റ് ആയി, ടു അഡ്രസ് ആയി, 1.5 മാർക്കായി അല്ലെ. ദെൻ അടുത്തത് മക്കളെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒഫീഷ്യൽ ലെറ്റർ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കൊടുക്കുക. ഒന്നുകിൽ ഒരു കംപ്ലൈന്റ്, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലൊരു മോഷണം നടന്നു, അപ്പൊ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് തെഫ്റ്റ് അല്ലെ. തെഫ്റ്റ് ആണ് മോഷണം അല്ലെങ്കിൽ റോബറി അല്ലെ. അപ്പം മോഷണത്തെ അല്ലെങ്കിൽ റോബറിയുടെ ഒരു കംപ്ലൈന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു പോലീസുകാരന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇതാണ് കംപ്ലൈന്റ് അഗൈൻസ്റ്റ് തെഫ്റ്റ് അല്ലെ. ഇനി അതല്ല ആരെങ്കിലും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്താണ് നിങ്ങളോട് അയക്കാൻ പറഞ്ഞെങ്കിൽ കൺഗ്രാറ്റുലേറ്റിംഗ് അയാളുടെ എന്ത് മേഖലയാണ് ആ മേഖലയുടെ കാര്യം പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കണ്ടന്റ്, ആ സബ്ജക്ട് വെക്കുക. സബ്ജക്റ്റിന്റെ കോഡ് നിങ്ങൾക്ക് ക്ലൂ എവിടുന്ന് കിട്ടും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. പിന്നെ അതിനുശേഷം പിന്നെ ഡിയർ സാർ, സല്യൂട്ടേഷൻ ആണ്. ഇതിനൊക്കെ മാർക്കുണ്ട്, ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടെ കോമ്പടണം, മസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. എന്താ, ഐ ആം മെഹനൂഫ്, എന്റെ പേരാണ്. ഫ്രം ഏതാണോ സ്ഥലം ആ സ്ഥലത്തിന്റെ പേര് ഐ ആം മെഹനൂഫ് ഫ്രം കാലിക്കറ്റ്. ഓക്കെ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ദെൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ വിത്ത് യു, നിങ്ങളുമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പിന്നെ ഈ ഡാഷ് കാണുന്നിടത്തൊക്കെ മക്കൾ കണ്ടന്റ് എഴുതണം. കണ്ടന്റിന്റെ ചെറിയ ക്ലൂ ഒക്കെ എവിടെ ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിലുള്ള സെന്റൻസുകളൊക്കെ ആദ്യം ഒന്ന് ചാമ്പുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലാണ്, കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻ പേപ്പറിനോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻസിനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടയിലൊക്കെ ചീരി കൊടുക്കുക. അങ്ങനെ കുറച്ച് ആ ഒരു പേജ് ഫുള്ളാക്കുക എന്നുള്ളതാണ്. ഒരു പേജ് ഫുള്ളാക്കിയാൽ ഒരു ഭംഗി ഉണ്ടാവും. അത്രയും നിങ്ങൾ എത്തിക്കുക. അതിനുശേഷം പിന്നെ ലാസ്റ്റ്
ലാസ്റ്റിൽ കഴിഞ്ഞിട്ടില്ല, ഇവിടെ നിനക്ക് മാർക്ക് ഉണ്ട് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കത്ത് അവസാനിപ്പിക്കുക എങ്ങനെ, എന്ത്, ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്, എന്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടീച്ചറാണ് വായിക്കുന്നത്, ടീച്ചർക്ക് മനസ്സിലാവണം. ദെൻ കൺക്ലൂഡിങ് മൈ ലെറ്റർ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ കത്ത് അവസാനിപ്പിക്കുകയാണ്. എക്സ്പെക്ടിങ് യുവർ ഫേവറബിൾ റിപ്ലൈ, നിങ്ങളുടെ അനുകൂലമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെൻ കൈൻഡ്ലി ഡു ദ റിക്വയർഡ്, അനിവാര്യമായ ആവശ്യമായ നടപടികൾ നിങ്ങൾ കൈക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, താങ്കിങ് യു, നന്ദിയോടെ, യുവർ ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ എന്ത് ചെയ്യാണ്, ST ഒപ്പിടുന്നു. ഒപ്പിടരുത്, ഒപ്പെങ്ങാനം നിങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ അരമാർക്ക് പോയി കിട്ടും, ചിലപ്പം മൊത്തം മാർക്കും പോകും. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവരുത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒപ്പിടരുത്. ഡയറിയിലും ലെറ്ററിലും എവിടെ നിങ്ങൾ ഒപ്പിടരുത്, പകരം SD എന്നെഴുതണം, സൈൻഡ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ നെയിം എന്ന് എഴുതിയൊക്കെയല്ല, നിങ്ങളുടെ പേര് എഴുതണം. നിങ്ങളുടെ സ്വന്തം പേരില്ല, എന്തെങ്കിലും ഒരു പേര് ഉണ്ടാക്കിയിട്ടെങ്കിൽ ഇതാ കത്തയക്കുന്ന ആളുടെ പേര്, സെന്റേഴ്സ് നെയിമാണ് ഇവിടെ വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ മക്കളെ ഫോർമൽ ലെറ്റർ ആയി. ഇനി ഇതിന് ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇൻഫോർമൽ ലെറ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഏത് കത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഫ്രണ്ട്ലി ലെറ്റർ, അല്ലെ? ഫ്രണ്ട്ലി ലെറ്റർ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ്. അപ്പൊ ഇതൊരു ഫ്രണ്ട്ലി ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്, സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ ടു അഡ്രസ് വേണ്ട, ഫ്രം അഡ്രസ് മാത്രം. ഓക്കെ, ഫ്രം അഡ്രസ് എഴുതി, ഡേറ്റ് എഴുതി, പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ എഴുതുമ്പോൾ നേരത്തെ നമ്മൾ ഡിയർ എന്ന് പറഞ്ഞിട്ടല്ലേ ആളുടെ പേര് എഴുതി, ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്നുള്ള രീതിയിലല്ലേ. ഇവിടെ മൈ ഡിയർ എന്ന് വെച്ചിട്ട് ഈ ഡാഷിനടുത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരന് ഒരു പേര് കൊടുക്കണം. മൈ ഡിയർ ഫ്രണ്ടേ ബ്രണ്ടേ എന്നല്ലല്ലോ നമ്മൾ വിളിക്കല്. അപ്പൊ ഫ്രണ്ടിന് ഒരു പേര് കൊടുക്കാം, മൈ ഡിയർ സാം അല്ലെങ്കിൽ മൈ ഡിയർ ശ്യാം അല്ലെങ്കിൽ മൈ ഡിയർ അനു, അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മൈ ഡിയർ ഫ്രണ്ട് എന്നൊന്നും എഴുതരുത്. അതൊക്കെ ഭയങ്കര ക്ലീഷ്യസ് ആണ്. ഫ്രണ്ടിന് ആരെങ്കിലും കൂട്ടുകാരാന്ന് വിളിക്കുക, ഇല്ലല്ലേ? ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ എല്ലാവരും വിളിക്കില്ലല്ലോ. ദെൻ അതേപോലെ തന്നെ എന്താണ്, ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ പറയാണ്, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ഗാന്ധിജിക്ക് ഒരു കത്ത് എഴുതാനാണെങ്കിൽ മൈ ഡിയർ ഗാന്ധിജി, ഗാന്ധിജി നിങ്ങളെ കൂട്ടുകാരനാണെന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, അച്ഛനാണെങ്കിൽ അച്ഛനെ കയറി മൈ ഡിയർ ദാമോദര എന്ന് കയറി വിളിക്കരുത്, പകരം മൈ ഡിയർ പപ്പ അല്ലെങ്കിൽ മൈ ഡിയർ ഫാദർ എന്നുള്ള രീതിയിൽ പറയണം. അമ്മയാണെങ്കിൽ വിലാസിനെ എടുത്തി എന്ന് പറയരുത്, എന്താ മൈ ഡിയർ വിലു, അങ്ങനെയല്ല, മൈ ഡിയർ മമ്മ അല്ലെങ്കിൽ മൈ ഡിയർ മം എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ കോമഡ. ദെൻ ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ചുമ്മാ അടിച്ചിടുക. നമ്മളൊരു ഫ്രണ്ട്ലി ലെറ്റർ ആകുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കണ്ടേ. അപ്പോൾ സുഖമല്ലേ, നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. ഐ ആം ഓൾസോ ഓക്കെ ഹിയർ, എനിക്ക് ഇവിടെ സുഖം തന്നെ. ഓൾവേസ് ലുക്ക് ഫോർവേഡ് യുവർ ഗ്രീറ്റിംഗ്സ് ആൻഡ് അറൈവൽ, നിങ്ങളുടെ വരവിനും നിങ്ങളുടെ അന്വേഷണങ്ങൾക്കും ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുക. ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ വിത്ത് യു, നമ്മൾ നേരത്തെ കൊടുത്ത അതേ സാധനം തന്നെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്, നമ്മൾ നേരത്തെ ഡയറി കൊടുത്ത ഡയലോഗ് തന്നെ, ഇന്നെന്റെ ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു. ഹൗ കൻ ഐ ഫോർഗറ്റ് ദാറ്റ് ഇൻസിഡന്റ്, ആ ഒരു സംഭവം ഞാൻ എങ്ങനെ മറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ സംഭവം, ആ സംഭവം കണ്ട് എഴുതുക. ആ സംഭവം നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് എഴുതുക. ഓക്കെ, ഇനി ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൺക്ലൂഡിംഗ് ദ ലെറ്റർ, ഞാൻ കത്ത് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതേപോലെ തന്നെ കേട്ടോ. കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾക്കും ഫാമിലിക്കൊക്കെ എന്റെ അന്വേഷണങ്ങൾ അറിയിക്കാന്ന്. നേരത്തെ പറഞ്ഞ കംപ്ലൈന്റ് ആയിട്ടുള്ള പോലീസുകാരന് കത്ത് എഴുതുമ്പോൾ നിങ്ങളുടെ ഭാര്യക്കും മറ്റേ മക്കൾക്കൊക്കെ അന്വേഷണങ്ങൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് ഇടി കിട്ടും. അപ്പൊ ഒഫീഷ്യൽ ലെറ്ററിൽ ഇത് എഴുതരുത്, ഫ്രണ്ട്ലി ലെറ്ററിൽ എഴുതുക കേട്ടോ. ദെൻ എക്സ്പെക്ടിങ് യുവർ ഫേവറബിൾ റിപ്ലൈ, അനുകൂലമായ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും എഴുതാം. ഇത് നിങ്ങൾക്ക് മറ്റോടത്ത് വേണമെങ്കിൽ എഴുതാം, ഇതിലും കുഴപ്പമൊന്നുമില്ല. ദെൻ വിത്ത് ലവിംഗ് മെമ്മറീസ്, സ്നേഹമുള്ള ഓർമ്മകളോടെ, യുവേഴ്സ് ലവിംഗ്ലി, ഇവിടെ ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ ഫെയ്ത്ത്ഫുള്ളി എന്നാണ് ഒഫീഷ്യൽ ലെറ്ററിൽ കൊടുത്തത്, ഇവിടെ ലവിംഗ്ലി, അങ്ങോട്ടുകൊണ്ട് മാറിപ്പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ SB എഴുതുന്നു, നെയിം എഴുതുന്നു, അതിലൊന്നും വ്യത്യാസമില്ല. അപ്പൊ മക്കളെ ഫ്രണ്ട്ലി ലെറ്ററും കഴിഞ്ഞ് ഒഫീഷ്യൽ ലെറ്ററും കഴിഞ്ഞ്, ക്ലിയർ അല്ലേ? ഇനി മക്കളെ പ്രൊഫൈലാണ്. പ്രൊഫൈൽ എന്തായാലും മക്കൾക്ക് 6 മാർക്കിനാണ് വരിക. ഒരു 99% വരാൻ സാധ്യതയുണ്ട്, എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. അപ്പൊ മക്കളെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 ഒക്കെ ഈ ഒരു പ്രൊഫൈൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും പഠിച്ചു വെച്ചോളി. അപ്പൊ പ്രൊഫൈലിൽ 6 മാർക്കിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കിട്ടും. അപ്പൊ അതിൽ മാർക്കൊന്നും കുറയില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബോക്സ് വരയ്ക്കണം, ഒരു 1/2 പേജെങ്കിലും പ്രൊഫൈൽ ഉണ്ടാവും. തന്നിരിക്കുന്ന മാറ്ററുകൾ മതി, ഒരുപാട് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും പ്രൊഫൈലില്ല. അപ്പം പ്രൊഫൈലിൽ ആദ്യം ബോക്സ് വേണമെന്ന് പറഞ്ഞു, ബോക്സിൽ തന്നെ ശരിക്കും മാർക്ക് ഉണ്ട്, ബോക്സ് ഇല്ലേ മാർക്ക് പോകും. ദെൻ ഏറ്റവും ടോപ്പിലെ ഹെഡിങ് ആയിട്ട് നിങ്ങൾ നെയിം ഓഫ് ദ റൈറ്റർ, അതായത് ഏതെങ്കിലും ഒരു റൈറ്ററിന്റെ പേരായിരിക്കും നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് തരിക. അപ്പോൾ ഉദാഹരണത്തിന് മെഹനൂഫ് ഷാ, ചുമ്മാ ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഗോൾ അടിച്ചതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹെഡിങ് കൊടുക്കുന്നു, പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. ഓക്കെ, അപ്പം മെഹനൂഫ് ഷാ എന്ന് എഴുതുന്നു. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെ ആ ഒരു എഴുത്തുകാരൻ ഇവിടെ എഴുതി അതേ എഴുത്തുകാരന്റെ പേര് തന്നെയാണ് നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ ആ തന്നിരിക്കുന്ന എഴുത്തുകാരന്റെ പേര് ഹിൻസ് തരും, അല്ലെ? ആ ഹിൻസ് നോക്കിയിട്ട് ആ എഴുത്തുകാരന്റെ പേര് എഴുതുന്നു. ദെൻ പോപ്പുലർ
പോപ്പുലർ എന്ന് എഴുതുന്നു. എന്തായാലും പോപ്പുലർ ആയ ആൾക്കാരെയല്ലേ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക അല്ലേ? അപ്പൊ പോപ്പുലർ എന്ന് എഴുതുന്നു. എന്നിട്ട് അയാളുടെ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐഡി ഉപയോഗിക്കണം. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും പാഠത്തിലോ റൈറ്ററുടെ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ഒക്കെ പ്രൊഫൈലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അയാൾ ഏത് രാജ്യക്കാരനാണെന്ന് നിങ്ങൾക്ക് ആ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ പാഠഭാഗത്തിന്റെ ആ ഒരു സൈഡിൽ തന്നെ പ്രൊഫൈൽ ഉണ്ടാവും ഓരോ എഴുത്തുകാരുടെയും. ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മഹാത്മാഗാന്ധി ആണെങ്കിൽ ഇന്ത്യൻ എന്ന് കൊടുക്കാം അല്ലെ, മാനൂഷ ആണെങ്കിലും ഇന്ത്യൻ എന്ന് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ത്യൻ ആണ്, അതുപോലെ വില്യം വേർഡ്സ്വർത്ത് ഇംഗ്ലീഷ് ആണ് അല്ലെ. അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുക, ചാങ് ചുൻചിങ് ചൈനീസ് ആണ്, ചുമ്മാട്ടതാ. ചൈനക്കാർക്ക് ഫുള്ള് വിറ്റ അവന്മാര് പേരിടണമെങ്കിൽ ചീനച്ചട്ടി ഒരു പാത്രം എടുത്തും കണ്ട താഴത്ത് പറ്റില്ല. ആ പാത്രം ഇട്ടിട്ട് എന്ത് സൗണ്ടാണോ വരുന്നത് അതാണ് ഒരു പേര്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ അല്ലെങ്കിൽ അമേരിക്കൻ അല്ലെങ്കിൽ ചൈനീസ് എന്തെങ്കിലുമൊക്കെ പേര് നാഷണാലിറ്റി, എന്തെങ്കിലുമൊക്കെ നാഷണാലിറ്റി അല്ല എന്താണോ അയാളുടെ നാഷണാലിറ്റി അത് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ നോൺ ആസ് എന്നുള്ളിടത്ത് അല്ലെങ്കിൽ ഫേമസ് ആസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഹിൻസ് തരും. ആ സ്ഥലത്ത് മക്കൾ എന്ത് ചെയ്യുക, അയാൾ ആരാണെന്ന് തരും. അപ്പം മഹാത്മാഗാന്ധി ആണെങ്കിൽ ഫ്രീഡം ഫൈറ്റർ, ഇനി വില്യം വേർഡ്സ്വർത്ത് ആണെങ്കിൽ പോയറ്റ് അല്ലെ. അങ്ങനെ എന്താണോ അത് കൊടുക്കുക. അതിനുശേഷം പിന്നെ വാസ് ബോൺ, ഓൺ ഉണ്ട്, ഇന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓണ് കൊടുക്കണം. എന്നാൽ ഡേറ്റ് ഇല്ല വർഷം മാത്രമല്ലെങ്കിൽ ഇന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഗാന്ധിജി ആണെങ്കിൽ നമുക്കറിയാം October 2 അല്ലെ. അപ്പൊ എങ്ങനെ അറിയാം, വാസ് ബോൺ ഓൺ 2 October അല്ലെ. എന്നാൽ നിങ്ങൾക്ക് 1869 മാത്രമാണ് തന്നതെങ്കിൽ വാസ് ബോൺ ഇൻ 1816 എന്ന് മാത്രം എഴുതിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാസ് ബോൺ ഓൺ 2 October in 1869. വർഷത്തിന്റെ മുന്നിൽ ഇന്ന് വെക്കണം, ഡേറ്റിന്റെ മുന്നിൽ ഓണ് വെക്കണം. അത് മനസ്സിലാക്കാം കേട്ടോ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ 2 സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അറ്റും ഇന്ന് ഉപയോഗിക്കണം. ഒരു സ്ഥലം മാത്രമല്ലെങ്കിൽ ഇന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഗാന്ധിജിയുടെ കേസ് ആണെങ്കിൽ പോർബന്തറിലാണ് ജനിച്ചത് എന്ന് പറയുകയാണെങ്കിൽ പോർബന്തർ മാത്രമല്ലെങ്കിൽ വാസ് ബോൺ ഓൺ എന്ന് എഴുതിയിട്ട് നമ്മൾ ഡേറ്റ് ഒക്കെ എഴുതിയതിനു ശേഷം പിന്നെ ഇൻ പോർബന്തർ എന്ന് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇൻ ഗുജറാത്ത് എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഗുജറാത്തിലെ പോർബന്തർ 2 സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ സ്ഥലം അല്ലെങ്കിൽ ആദ്യം വെക്കുന്ന ചെറിയ സ്ഥലത്തിന് മുന്നിൽ അറ്റ് വെക്കുക, പിന്നെ ഇന്ന് വെക്കുക. ഉദാഹരണത്തിന് ഗാന്ധിജി വാസ് ബോൺ അറ്റ് പോർബന്തർ ഇൻ ഗുജറാത്ത്. ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, ദെൻ അപ്പോൾ അത് ഫുൾ സ്റ്റോപ്പ് ആയില്ലേ. ഇനി നമ്മൾ മാമനെ കുറിച്ച് ഒന്ന് പറയാം, ശ്രദ്ധിച്ചോ. മെഹനൂഫ് പോപ്പുലർ, എന്താ പറയാ ഇന്ത്യൻ റൈറ്റർ, കിടന്നോട്ടെ അല്ലെ. റൈറ്റർ വാസ് ബോൺ ഓൺ 20th May 1986 അറ്റ് കോട്ട ഇൻ രാജസ്ഥാൻ. ഓക്കെ, സംഭവം കിട്ടിയില്ലേ. ഇനി നോക്ക്, ഹി റോട്ട് മെനി വർക്ക്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷിലാണ് ഇതെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇനി മലയാളത്തിലാണെങ്കിൽ മലയാളം ലിറ്ററേച്ചർ, പിന്നെ റഷ്യനിലാണെങ്കിൽ റഷ്യൻ ലിറ്ററേച്ചർ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ ഹിസ് ഫേമസ് വർക്ക്സ് ആർ, അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ്, അവിടെ ഹിസ് ആണാണെങ്കിൽ ഹിസ് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഹർ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. ഓക്കെ, നിങ്ങളുടെ താല്പര്യമില്ല, അത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ഹിസ് ഫേമസ് വർക്ക്സ് ആർ അല്ലെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ എന്ന് എഴുതിയിട്ട് അവരുടെ എഴുത്തുകാരെ എന്തൊക്കെ കൃതികളാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് അത് എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ, അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫേമസ് വർക്ക്സ് ആർ വാരിക്കുഴിയിലെ കൊലപാതകം, അതുപോലെ ശശിയേട്ടന്റെ കാണാതെ പോയ കിണ്ണം എന്തെങ്കിലേക്കോട്ടെ. ദെൻ ഹി വൺ മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സുകളും ഓണേഴ്സും കിട്ടിയിട്ടുണ്ട്. കിട്ടുമല്ലോ, കാരണം ഫേമസ് ആളല്ലേ. അപ്പൊ ചുമ്മാ തട്ടിവിടുക. അതിനുശേഷം നിങ്ങൾക്ക് അവാർഡ്സിന്റെ പേര് താഴെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇതാ, തന്നിട്ടില്ലെങ്കിൽ എഴുതണ്ട, ഇത്ര മതി. ഓക്കെ, ദെൻ ഹി റിസീവ്ഡ് ഡാഷ് അവാർഡ്സ്. അപ്പൊ അയാൾക്ക് എന്ത് അവാർഡ്സാണ് കിട്ടിയത്? കുന്നത്തുകുഴി അവാർഡ്. എന്ത് അവാർഡാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ആ അവാർഡിന്റെ പേര് ഇതാ. നോബൽ പ്രൈസ് ആണ് നോബൽ പ്രൈസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇല്ലാത്ത ഇതാ നിൽക്കണ്ട. ദെൻ അത് കഴിഞ്ഞിട്ട് ഹി പാസ്ഡ് എവേ. ഞാൻ പാസ്ഡ് അവേ ആയിട്ടില്ല. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ പാസ്സായി പോയി എന്നല്ല, മരിച്ചു പോയി എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മരിക്കാത്തതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട്. അപ്പൊ ഗാന്ധിജി മരിച്ചത് January 30 അല്ലേ? ശരിയല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? ഈ പാസ്ഡ് അവേ ഓൺ 13th January പിന്നെ ഇൻ 1948. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഏത് എഴുതിയമാരി തന്നെ DOB ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി അതേമാതിരി തന്നെയാണ് ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതേണ്ടത്. സെയിം മെത്തേഡ് തന്നെയാണ്. ഓണ് വെക്കേണ്ട ഡേറ്റ് ഉണ്ടാവുമ്പോൾ വർഷം മാത്രമാണെങ്കിൽ ഇന്ന് വെക്കുക, അങ്ങനത്തെ കാര്യം ചെയ്യാം. ഓക്കെ, ഇനി മാനുഷ പാസ്ഡ് എവേ എന്നാന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നാളത്തെ ഡേറ്റ് വെക്കേണ്ടി വരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ആരെന്നെ തല്ലിക്കൊല്ലും. ഓക്കെ, അപ്പൊ എന്തായാലും പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇനി പ്രൊഫൈല് വേറെ എന്തെങ്കിലുമൊക്കെ, ചിലപ്പം ചില പ്രൊഫൈലുകളിൽ നിങ്ങൾക്ക് ആൽമ മേറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആൽമ മേറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ നെട്ടണ്ട, എന്തോ തിന്നുള്ള സാധനമൊന്നും വിചാരിക്കേണ്ട. ഇത് എഡ്യൂക്കേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹിസ് എന്താണ്, ഹി വാസ് എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ പേര് ആ സ്കൂളിന്റെ പേര് എഴുതിയാൽ മതി. ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ എന്താണ് ഹി ഗോട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഹി ഗോട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി, എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സാധനം വിളിച്ചിട്ടുണ്ട് എഴുതിയാൽ മതി. ആൽമ മേറ്റർ കണ്ടാൽ പേടിക്കേണ്ട. ഇനി ചിലപ്പോൾ
സ്പൗസ് എന്ന് പറഞ്ഞിട്ട് തരും. അതും എന്തോ കളിപ്പാട്ടാന്ന് വിചാരിക്കേണ്ട, അത് കളിക്കാൻ പറ്റാത്ത ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈട പൊണ്ടാട്ടി. ഓക്കെ, ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹിസ് സ്പൗസ് വാസ് അല്ലെങ്കിൽ ഹിസ് സ്പൗസ് ഈസ് എന്ന് പറഞ്ഞിട്ട് സാധനം എഴുതിയാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി മക്കളെ അടുത്തത് ഇമെയിൽ ആണ്. ഇമെയിൽ 9ാം ക്ലാസ്സുകാർക്കാണ് വരാൻ കൂടുതൽ ചാൻസ്. ഇനി 10ാം ക്ലാസ്സുകാർക്കും ചിലപ്പോൾ മാറി വന്ന പാറ്റേൺ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇമെയിലൊക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ കത്ത് എഴുതി അതേ പാറ്റേൺ തന്നെയാണ്, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. സോ ഫോർമാറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ടു എന്ന് എഴുതിയിട്ട് ഒരു എന്ത് ചെയ്യുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക. ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ, ഇപ്പൊ മഹാത്മാഗാന്ധിയാണ് gandhiji@gmail.com. ഓക്കെ, നിങ്ങൾ ആ പേര് വെച്ചിട്ട് @gmail.com ഇട്ടാൽ മതി. ഇവിടെ ഞാൻ ഞങ്ങളുടെ ഒഫീഷ്യൽ ഐഡിയ കൊടുത്ത് ഓക്സ്ഫോർഡ് അക്കാദമി കേരള@gmail.com. ഓക്കെ, അതിനുശേഷം പിന്നെ CCBCC, ഇതെന്തോ ക്ലബിന്റെ പേരാന്ന് വിചാരിക്കേണ്ട. കാർബൺ കോപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ഉദ്ദേശിച്ചാൽ കുറെ ആളുകൾക്ക് ഒന്നിച്ചയക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിലിലെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത് ചുമ്മാ നിങ്ങൾ എഴുതിയിട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇനി സബ്ജക്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൽ അയക്കുന്നതെന്നുണ്ടാവും. അപ്പൊ ആ സബ്ജക്ട് ഇവിടെ എഴുതാം. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ. ദെൻ അടുത്ത ഡിയർ മിസ്റ്റർ മെഹനൂഫ്. ഓക്കെ, ഇത് എനിക്ക് അയക്കുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ അയച്ചത്. നിങ്ങൾ എന്താ പറയാ, ഏതിപ്പോ ഒരു എഴുത്തുകാരനാണെങ്കിൽ ജിസീന മോൽപേ അല്ലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെലായോ, ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ ഒരു ജിമെയിൽ അയക്കുകയാണെങ്കിൽ അയാളുടെ പേരാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഐ ആം ശ്യാം ഫ്രം കേരള. അപ്പൊ ആരാണോ ജിമെയിൽ അയക്കുന്നത് നിങ്ങളല്ലേ അയക്കുക. അപ്പൊ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. എവിടെ നിന്നാണ് വരുന്നത്, കേരള, ഇന്ത്യ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ആ പേര് എഴുതുക. അതിനുശേഷം പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കത്തിലൊക്കെ എഴുതുന്ന പോലെ എന്തിനാണ് നിങ്ങൾ കത്തുന്നത്. ആരെങ്കിലും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഇപ്പൊ ആരുടെങ്കിലും പുസ്തകം വായിച്ചിട്ട് എന്താ, റീസെന്റ് ഐ റെഡ് യുവർ ബുക്ക് അല്ലെ, അല്ലെങ്കിൽ ഐ ഗോട്ട് ത്രൂ യുവർ ബുക്ക്, ഇറ്റ് വാസ് വെരി നൈസ് വൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടി വിട്ടുങ്ങാണ്ട് ഐ എം വെരി ഹാപ്പി ടു റീഡ് യുവർ ബുക്ക്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സീ യു അല്ലെങ്കിൽ മീറ്റ് യു അല്ലെ, നിങ്ങൾ നേരിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 1-2 സാധനം തട്ടി വിട്ടിട്ട് കൺഗ്രാറ്റുലേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, 2-3 വാക്ക്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെ അയാളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക. കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ സക്സസ്. ഇപ്പൊ നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ അങ്ങ് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ഇമെയിൽ ഉണ്ടാക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്തതിന് കുറച്ച് ഡയലോഗ് അടിക്കുക. അതിനുശേഷം റിഗാർഡ്സ്, പിന്നെ അയക്കുന്ന ആളുടെ പേര് ചെയ്ത് അവസാനം അയാളുടെ ഇമെയിൽ ഐഡിയിൽ ഒരു പ്രശ്നമില്ല. ആ പേര് ഇതൊന്നു gmail.com. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇമെയിൽ ഐഡി ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിയിട്ടുള്ള അതൊരു വിഷയമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളെ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്രയും മക്കളൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഹാപ്പി ആയിട്ട് പരീക്ഷ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഗ്രാമറുകളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോകളിലുണ്ട്. പാഠഭാഗങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ, പക്ഷെ കണ്ടന്റ് സെയിം ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ്, അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, അതേപോലെ ആക്റ്റീവ് പാസീവ് വേഴ്സ്, ഇങ്ങനെയുള്ള സകല ഗ്രാമറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലോസ് ആയാലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ആ പ്ലേലിസ്റ്റ് നോക്കിയുള്ള വീഡിയോകളൊക്കെ കാണുക. നന്നായിട്ട് പരീക്ഷ ചെയ്താൽ ഹാഫ് ഇയർലി എക്സാം ആകുമ്പോൾ നമുക്ക് പൊളിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.